ഹായ് എവരി വൺ, വെൽക്കം ടു AM ഫുഡ് കോർട്ട്. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബാച്ചിലർ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിൽ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നതും വേവിച്ചെടുക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കുന്നതും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ ബീഫ് പാനിലോട്ട് മാറ്റുവാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. ഇത് ഞാനിവിടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുക. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കുവാണ്. ഇതിനകത്ത് ഞാൻ അഡീഷണലായിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിങ്ങനെ മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഈ മൂടികയൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് നല്ല ഫൈനായിട്ട് വേകേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ ഇത് എണ്ണയിലിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല ഫൈനായിട്ട് വേകേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ച് നേരം കൂടെ നമുക്കിത് മൂടി ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുവാണ്. ഏകദേശം വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒരു 5-7 മിനിറ്റോളം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ പുറത്തുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.